ഹലോ ഹായ് ഗൈസ്, ഒരു ഉത്സവം കൂടാൻ പോയാലോ? എവിടെയാണ് ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിലാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ തന്നെ അതിപ്രശസ്തമായ ദേവീക്ഷേത്രമാണ്. അപ്പോൾ അവിടുത്തെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പൊങ്കാലയൊക്കെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ വന്നു. ഈ അവിടെ തന്നെ ഒരുപാട് ഈ രഥവും തുടങ്ങി ഒരുപാട് നല്ല ചമയങ്ങളെല്ലാം ഒരുക്കി നല്ല ഭംഗിയായിരുന്നു. അതുമല്ല അവിടെ സ്റ്റേജിൽ ഒരുപാട് നൃത്ത പരിപാടികളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം നിന്ന് ആസ്വദിച്ചു. ഇനി എന്താ ക്ഷേത്ര ദർശനത്തിലേക്ക് പോവുകയാണേ. അങ്ങനെ അവിടെ നോക്കുമ്പോൾ നല്ല കാളയുടെ രൂപമൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന അതെല്ലാം കണ്ടായിരുന്നു. അതിനുശേഷം തിരക്ക് വലിയ രീതിക്കില്ല, നല്ല അത്യാവശ്യം നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറി ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അത്യാവശ്യം നല്ല രീതിയിലെല്ലാം ഇടവും ചുറ്റിക്കറങ്ങി കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളെ പരിചയത്തിലുള്ള ഒരു ആൻറ്റിയെ കണ്ടു, വിശേഷമൊക്കെ തിരക്കി അങ്ങനെ പുറത്തേക്ക് വരുന്നതാണ്. അവിടെ തന്നെ ഒരുപാട് ഈ മുത്തുക്കുടയും ഇതൊക്കെ വെച്ച് ഭയങ്കര അലങ്കാരങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കാണുന്നു. ക്ഷേത്രത്തിന് പുറത്തായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഇതെല്ലാം നല്ല ഭംഗിയായിരുന്നു കാണാൻ. നല്ല പ്രോഗ്രാമുകൾ പല വിവിധ സ്റ്റേജുകളിലായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. ഒരിടത്ത് മാത്രമല്ല നൃത്ത പരിപാടി, പുറത്ത് ഉള്ള വലിയ സ്റ്റേജിൽ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്നു. ഇതാ കണ്ടില്ലേ, അവിടെ പുറത്തൊരു ആൻറ്റി കമ്മൽ, മാല തുടങ്ങി ഇതെല്ലാം വിൽക്കുന്ന സ്റ്റാളുകളൊക്കെ സജീവമായിരുന്നു. അവർ തന്നെ കൊലുസൊക്കെ നിർമ്മിച്ച് തരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി കണ്ടില്ലേ, ഒരുപാട് മാലകളൊക്കെ, ഒരുപാട് വെറൈറ്റി ഓഫ് മാലകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു. പിന്നെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ പ്രത്യേകിച്ചും ദൈവങ്ങളുടെ ഓരോ രൂപത്തിലൊക്കെ ഉണ്ടാക്കി, അപ്പോൾ അതെല്ലാം കണ്ടായിരുന്നു. പിന്നെ പാനിപൂരി സ്റ്റാളിൽ കയറി ഒരു പാനിപൂരിയൊക്കെ കഴിച്ചായിരുന്നു. അങ്ങനെ അതിന് ശേഷം എന്താ ഈ 30 രൂപയ്ക്ക് മുതൽ സ്റ്റാർട്ടിങ് കമ്മൽ സ്റ്റാർട്ട് ചെയ്യുന്ന കടകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കയറി ഒരുപാട് വെറൈറ്റി ഓഫ് കമ്മലുകൾ, മാല, വള തുടങ്ങിയ ഒരുപാട് സ്റ്റാളുകളൊക്കെ വളരെ സജീവമായിരുന്നു. അപ്പം സ്ത്രീകൾ അവിടെ എല്ലാം കയറി ഇറങ്ങും, കുട്ടികളും. സത്യം പറഞ്ഞാൽ അതൊരു നമ്മളീ ഉത്സവ സീസൺ ആയിക്കഴിഞ്ഞാൽ ഏത് ചൂടും വക വയ്ക്കാതെയാണ് നമ്മൾ ഈ ഉത്സവമൊക്കെ ആസ്വദിക്കുക. അത് ഏത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അങ്ങനെ ഈ വർഷത്തെ ഉത്സവം എന്തുകൊണ്ടും വളരെ ഗംഭീരമായിട്ടുള്ള ഒന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും നന്ദി പറയുന്നു.